ഇനി 3, 4 ആൻഡ് 5 അപ്ലൈ ചെയ്യുമ്പോൾ സ്റ്റെപ്പ് 3ൽ എന്താ പറയണത്? റീപ്ലേസ് പി ബൈ 1/p. പി ഉള്ള ഭാഗത്ത് 1/p കൊടുക്കുക. പി ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തത് 5 ആണ്. അപ്പോൾ ആ പൊസിഷനിൽ 1/5 എന്ന് എഴുതണം. അപ്പോൾ അതിവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. പി എന്നുള്ളത് 5 ആയിരുന്നു, അപ്പോൾ അവിടെ 1/5 എന്ന് എഴുതി. ഇനി അടുത്തത് എന്താ പറയുന്നത്? നാലാമത്തത് എന്താ പറയുന്നത്? റീപ്ലേസ് എവരി എൻട്രി ക്യൂ ഇൻ ദി സെയിം റോ ആസ് പി ബൈ ക്യൂ ബൈ പി. അതായത് പീൻ്റെ റോയിലുള്ള എലമെൻസിനൊക്കെ പി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. പി അല്ലാത്ത ബാക്കി എലമെൻസിനൊക്കെ പി ഉള്ളിടത്ത് 1/p കൊടുക്കുക, ബാക്കി എലമെൻസിനൊക്കെ പി കൊണ്ട് ഡിവൈഡ് ചെയ്യുക, പീൻ്റെ സെയിം റോയിലുള്ള. അപ്പോൾ പീൻ്റെ സെയിം റോയിൽ പിന്നെ വരുന്നത് 4ഉം 6ഉം ആണ്. അതിനൊക്കെ പി കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്താവും? 4/5 6/5. ഓക്കെ. ഇനി അടുത്തത് അഞ്ചാമത്തെ സ്റ്റെപ്പിൽ എന്താ പറയുന്നത്? റീപ്ലേസ് എവരി എൻട്രി ആർ ഇൻ ദി സെയിം കോളം ആസ് പി ബൈ -r/p. പീൻ്റെ സെയിം കോളത്തിലുള്ള എലമെൻസിനെ -p കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ പറയാമല്ലോ. -r/p പറഞ്ഞാൽ ആ എലമെൻസിനൊക്കെ -p കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? പീൻ്റെ സെയിം കോളം എന്ന് പറഞ്ഞാൽ അതിൽ ബാക്കി എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 2, 8 അല്ലേ. പി എന്നുള്ളത് 5 ആണ്. ആ കോളത്തിൽ വരുന്ന ബാക്കി എലമെൻറ്റ്സ് 2, 8. അതിന് -5 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. സോ -2/5 വരും, ഇവിടെ -8/5 വരും. അതാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ 3ഉം 4ഉം ആയി. ഇനി 3, 4, 5 എന്നുള്ള സ്റ്റെപ്സ് അപ്ലൈ ചെയ്തു. അപ്പോൾ ഈ ടേബിളാണ് കിട്ടുക. അത് അപ്ലൈ ചെയ്തിട്ട് കിട്ടണ ടേബിളാണ്. ബാക്കി ഇവിടെ ഒന്നും ട്രാൻസിഷൻ സംഭവിച്ചിട്ടില്ല, അതൊക്കെ അതുപോലെ തന്നെ എഴുതി. ഇനി നമുക്ക് സ്റ്റെപ്പ് 6, അതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചധികം ചെയ്യേണ്ടാവുക സ്റ്റെപ്പ് 6ലാണ്. ഓക്കെ. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ സ്റ്റെപ്പ് 6 എഴുതണം ഈ ടേബിളിൽ തന്നെയാണ്, ഇത് വെച്ചിട്ടല്ല കേട്ടോ എഴുതണത്. ഈ സ്റ്റെപ്പ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് 3, 4, 5 സെപ്പറേറ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് ഇങ്ങനെ എഴുതിയത്. ഓക്കെ. നമ്മൾ ഡയറക്റ്റ് ഈ ടേബിളിൽ നിന്ന് നമുക്ക് ആ ലാസ്റ്റ് ടേബിൾ എഴുതാൻ പറ്റും. ഇതിപ്പോൾ ഇത് വേറൊരു ടേബിൾ, ഇതൊക്കെ എഴുതിയിട്ടുള്ളത് ഇതൊന്നും ഇതിന് ബാക്കിയിട്ട് വരുന്ന ടേബിളല്ല. ജസ്റ്റ് എന്തൊക്കെയാണ് ആ എലമെൻറ്റ്സ് എന്ന് കാണിക്കാൻ വേണ്ടി ടേബിളിൽ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നോക്കാം. എസ് എങ്ങനത്തെ എലമെൻറ്റാണ് പറഞ്ഞത്? സ്റ്റെപ്പ് 6ൽ എസ് എങ്ങനത്തെ എലമെൻറ്റാണ്? പീൻ്റെ റോയിലും പീൻ്റെ കോളത്തിലും അല്ലാത്ത എലമെൻറ്റ്സ്. പീൻ്റെ റോ എന്ന് പറയുമ്പോൾ P5 ആണ് ഈ റോ. ഇതിലുള്ള എലമെൻറ്റ്സ് ഒന്നും പറ്റില്ല. അതായത് 4, 6, 5 ഇതൊന്നും പറ്റില്ല. അതിൽ കോളത്തിലുള്ള എലമെൻറ്റ്സും പറ്റില്ല. 2, 5, 8 ഇതൊന്നും പറ്റില്ല. അപ്പോൾ ബാക്കി എലമെൻറ്റ്സ് ഏതൊക്കെ വരിക? 1 ഉണ്ട്, 3 ഉണ്ട്, പിന്നെ 7 ഉണ്ട്, 9 ഉണ്ട്. അപ്പോൾ എസ്സിന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് എന്ന് പറയുന്നത് 1, 3, 7 ആൻഡ് 9. അങ്ങനെ ഓരോ എസ് ചൂസ് ചെയ്യുമ്പോഴും നമുക്ക് ഓരോ ക്യൂവും മാറും കിട്ടും. ആ ക്യൂവിൻ്റെ പ്രോപ്പർട്ടി എന്താ പറഞ്ഞിട്ടുള്ളത്? ക്യൂ എന്നുള്ളത് പീൻ്റെ സെയിം റോയിൽ വരണം, എസിൻ്റെ സെയിം കോളത്തിലും വരണം. അപ്പോൾ ക്യൂ എന്നുള്ളത് എങ്ങനെ വരുന്നുണ്ടാവുക? ഒക്കെ ഈ ഫസ്റ്റ് ടേബിൾ തന്നെയാണ് നോക്കേണ്ടത്. ഫസ്റ്റ് ടേബിളിൻ്റെ പോലെ തന്നെയാണല്ലോ എൻട്രീസൊക്കെ ഇത് വരുന്നത്. ഓക്കെ. പീൻ്റെ സെയിം റോ. അപ്പോൾ ഈ റോയിൽ വരണം, എസിൻ്റെ സെയിം കോളത്തിൽ. അപ്പോൾ എസ് ആയിട്ട് നമ്മൾ 4 പോസിബിലിറ്റി ഉണ്ട് പറഞ്ഞു. S=1 ചൂസ് ചെയ്യാം. S=1 എന്നുള്ള കേസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെയാണ് 1 നടക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ക്യൂ എങ്ങനെ ചൂസ് ചെയ്യാം? ക്യൂ എന്നുള്ളത് പീൻ്റെ സെയിം റോയിൽ വരണം, അതുപോലെ എസിൻ്റെ സെയിം കോളത്തിൽ. കോമൺ എലമെൻ്റ് ഏതാ? 4 അല്ലേ. പീൻ്റെ സെയിം റോ, എസിൻ്റെ സെയിം കോളം. എസ് എന്നുള്ളത് 1 ആയതുകൊണ്ട്. സോ കോമൺ എലമെൻ്റ് എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ നമ്മൾ ക്യൂ ആയിട്ട് ഇവിടെ എന്താണ് ചൂസ് ചെയ്യേണ്ടത്? 4 ആണ് ചൂസ് ചെയ്യേണ്ടത്. ഈ എലമെൻ്റാണ് Q=4. അതാണ് ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന ടേബിളൊന്നുമല്ല. അത് S=1 ആകുമ്പോഴുള്ള കേസുകൾ മാത്രമാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. Q എങ്ങനെ വരിക, R എങ്ങനെ വരിക, P എങ്ങനെ വരിക എന്നുള്ളത്. ഇനി അടുത്ത കേസ് എടുക്കുകയാണെങ്കിൽ അപ്പോൾ അടുത്തത് 6 കാണണമല്ലോ അല്ലേ. 6 എന്താ പറഞ്ഞത്? 6 എങ്ങനത്തെ എലമെൻറ്റാണ്? 6 എന്നുള്ളത് പീൻ്റെ സെയിം കോളം. നേരത്തെ എങ്ങനെ പറഞ്ഞത്? പീൻ്റെ സെയിം റോ. നേരെ തിരിച്ച് പീൻ്റെ സെയിം കോളവും എസിൻ്റെ സെയിം റോയും. എസ് എന്നുള്ളത് 1 ആണല്ലോ. എസിൻ്റെ റോ എന്ന് പറഞ്ഞാൽ ഇത് വരും. പീൻ്റെ സെയിം കോളം എന്ന് പറഞ്ഞാൽ ഇതും വരും. അപ്പോൾ കോമൺ എലമെൻ്റ് ഏതാ? 2. അപ്പോൾ ഇവിടുത്തെ എസ് എന്താ വരുന്നത്? 6 എന്താ വരുന്നത്? 2 അല്ലേ. അപ്പോൾ 6 എന്നുള്ള എലമെൻറ്റ് 2 എന്ന് വരും. ഓക്കെ. പി എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഉണ്ട്. പി എന്ന് പിന്നെ എല്ലായിടത്തും സെയിം തന്നെയാണ്. പി ഓൾറെഡി എഴുതിയിട്ടുണ്ട്. അപ്പോൾ S1 ആകുമ്പോൾ Q4 കിട്ടും, R 2 എന്ന് കിട്ടും. പി ഓൾറെഡി 5 ആണ്. അപ്പോൾ നമുക്ക് PS - QR / P കാണാം.
അപ്പോൾ എസ് എന്നുള്ള എലമെൻറ്റിൻ്റെ സ്ഥാനത്ത് ഇനി നമ്മൾ അടുത്ത ടേബിൾ എഴുതുമ്പോൾ ഈ എലമെൻറ്റാണ് കൊടുക്കേണ്ടത്, ഇത് ചെയ്തിട്ട് കിട്ടുന്ന എലമെൻറ്റ്. അപ്പോൾ ഇവിടെ എസ് ഈക്വൽ ടു ചെയ്തിട്ടുണ്ട്, പീൻ്റെ സ്ഥാനത്ത് 5 ആണ്, എസിൻ്റെ സ്ഥാനത്ത് ഇവിടെ 1 ആണ്, മൈനസ് ക്യൂ എന്ന് പറയുന്നത് 4 ആണ്, ആർ എന്നുള്ളത് 2 ആണ്, ഡിവൈഡഡ് ബൈ പി 5 ആണ്. അത് ചെയ്യുമ്പോൾ -3/5 കിട്ടും. അപ്പോൾ അടുത്ത ടേബിളിൽ നമ്മൾ ഈ പൊസിഷനിൽ, അതായത് ഇവിടെ ഇതിൽ നിന്ന് എഴുതുകയാണെങ്കിൽ ഡയറക്റ്റ് ഇതിൽ നിന്നാണ് കേട്ടോ അല്ലാതെ എഴുതാം. ഇവിടെ എഴുതുകയാണെങ്കിൽ ഇവിടെ എന്താ വരിക, -3/5 എന്നാണ് കൊടുക്കുക അല്ലേ. 1 കറസ്പോണ്ടിങ് ആയിട്ട് -3/5 കൊടുക്കും. അടുത്ത കേസ് എസ് ഈക്വൽ ടു 3 എടുക്കുക. എസ് ഈക്വൽ ടു 3 ആകുമ്പോൾ 3 എന്ന് പറയുന്നത് ഈ എലമെൻ്റ് അല്ലേ. അതായത് ഈ പൊസിഷനൊക്കെ പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഇതിലൊക്കെ ഡിസ്റ്റിങ്ക്റ്റ് എലമെൻ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല, 3 എന്ന് പറഞ്ഞാൽ എവിടെയെന്നൊക്കെ മനസ്സിലാക്കുക. ഇനിയിപ്പോൾ രണ്ടെണ്ണം റിപ്പീറ്റ് ചെയ്തൊക്കെ വരികയാണെങ്കിൽ അത് 2 പൊസിഷനിലൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ പൊസിഷൻ എഴുതുക. അതായത് മെട്രിക്സ് രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇത് A11 ആണ്, ഇത് A12 ആണ്, ഇത് A13 ആണ്. അപ്പോൾ A13 ഈക്വൽ ടു 3 എന്നുള്ള എലമെൻ്റ് ആകുമ്പോൾ നമുക്ക് കറക്റ്റ് ഈ എലമെൻറ്റിൻ്റെ എന്ന് മനസ്സിലാവും. അപ്പോൾ ഇവിടുത്തെ 3 എന്നുള്ള എലമെൻ്റ് എടുക്കുമ്പോൾ എസ് 3 ആകുമ്പോൾ ക്യൂ ആർ എങ്ങനെ വരിക, ക്യൂ എന്നുള്ളത് പീൻ്റെ സെയിം റോയിലും എസിൻ്റെ സെയിം കോളത്തിലും 6 വരും അല്ലേ. ക്യൂ ഈക്വൽ ടു 6. ഇനി ആറ് എന്ന് പറയുന്നത് പീൻ്റെ സെയിം കോളത്തിലും എസിൻ്റെ സെയിം റോയിലും, ദാറ്റ് ഈസ് 2, ആർ ഈക്വൽ ടു 2. ഇനി എന്ത് ചെയ്യുക, എസ് ഈക്വൽ ടു പി എസ് മൈനസ് ക്യൂ ആർ ബൈ പി കാണാം. പി എന്നുള്ളത് 5 ആണ്, എസ് നമ്മൾ 3 ആണ് എടുത്തത്, പിന്നെ ക്യൂ എന്നുള്ളത് 6 കിട്ടി, ആർ എന്നുള്ളത് 2 കിട്ടി, പിന്നെ P5. ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 3/5. അപ്പോൾ നെക്സ്റ്റ് ടേബിൾ എഴുതുമ്പോൾ ഈ 3ൻ്റെ പൊസിഷനിൽ എന്താണ് വരേണ്ടത്, 3/5 ആണ് വരേണ്ടത്. ഇനി അതുപോലെ എസ് ഈക്വൽ ടു 7 ചൂസ് ചെയ്യുക അല്ലേ. അടുത്ത നമ്പർ 7 ആണ്, ദാറ്റ് ഈസ് ഇവിടെ A31 എന്നുള്ള പൊസിഷനിലാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ക്യൂ ആറും കാണുമ്പോൾ പീൻ്റെ സെയിം റോ എസിൻ്റെ സെയിം കോളം എന്ന് പറഞ്ഞാൽ 4 വരും. എസ് എന്നുള്ള 7 ആണ്, അതിൻ്റെ കോളം എന്ന് പറഞ്ഞാൽ ഇത് വരും, പീൻ്റെ റോ എന്ന് പറഞ്ഞാൽ ഇതും വരും. സോ കോമൺ എലമെൻറ്റ് 4 ആണ്. അപ്പോൾ ക്യൂ ഈക്വൽ ടു 4 എന്ന് വരും. ആർ എന്ന് പറയുന്നത് പീൻ്റെ സെയിം കോളം എസിൻ്റെ സെയിം റോ, ദാറ്റ് ഈസ് 8 വരും. ആർ ഈക്വൽ ടു 8. ഇവിടെ എസ് കണ്ടു കഴിഞ്ഞാൽ 3/5 കിട്ടും. അപ്പോൾ നെക്സ്റ്റ് ലാസ്റ്റ് ടേബിൾ എഴുതുമ്പോൾ 7ൻ്റെ സ്ഥാനത്ത് 3/5 വരും. ഇനി അടുത്ത എസ് ഈക്വൽ ടു 9 കൊടുക്കുമ്പോൾ എന്താണ് 9 എന്നുള്ളത് ഈ എലമെൻ്റാണ്. ഓക്കെ, 9 കൊടുത്തു കഴിഞ്ഞാൽ പീൻ്റെ സെയിം റോയിലുള്ള എലമെൻറ്റും എസിൻ്റെ സെയിം കോളത്തിലുള്ള എലമെൻറ്റും പറഞ്ഞു കഴിഞ്ഞാൽ 6 ആണ് കിട്ടുക, ദാറ്റ് ഈസ് ക്യൂ ഈക്വൽ ടു 6. ഇനി 6 കാണാൻ എന്ത് ചെയ്യുക, പീൻ്റെ സെയിം കോളം എസിൻ്റെ സെയിം റോ, ദാറ്റ് ഈസ് 8 എന്ന് വരും. ആർ ഈക്വൽ ടു 8. അപ്പോൾ എസ് റീപ്ലേസ്ഡ് ബൈ എസ് ഈക്വൽ ടു എന്ത് കിട്ടും, പി എസ് മൈനസ് ക്യൂ ആർ ബൈ പി ചെയ്യുമ്പോൾ -3/5 കിട്ടും. സോ അടുത്ത ടേബിൾ എഴുതുമ്പോൾ ഈ 9ൻ്റെ പൊസിഷനിൽ -3/5 ആണ് വേണ്ടത്. ദ ടേബിൾ ആഫ്റ്റർ അപ്ലൈയിങ് സ്റ്റെപ്പ് 6 ഈസ് ഗിവൺ ബൈ. ഈ 3യിൽ കൊടുക്കുക, 3യിൽ എന്നല്ല ശരിക്കും കണ്ടിന്യൂഷൻ ഓഫ് 2 എന്ന് തന്നെ കേട്ടോ വേണ്ടത്. കാരണം ഇത് ഈ 3, 4, 5 സെപ്പറേറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ എഴുതിയത്. നിങ്ങൾക്ക് ഡയറക്റ്റ് എന്താ ചെയ്യേണ്ടത്, ഈ ടേബിളിൽ നിന്ന് ഈ ലാസ്റ്റ് നമ്മൾ എഴുതാൻ പോകുന്ന ടേബിൾ എഴുതാൻ വേണ്ടത്. ശരിക്കും കണ്ടിന്യൂഷൻ ഓഫ് 3 എന്നായിട്ട് പറയാം. അല്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ കണ്ടിന്യൂഷൻ ഓഫ് 2 ആയിട്ട് പറയാം. 3 എന്നാണ് കണ്ടിന്യൂഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ PQ ഒക്കെ എടുത്ത് കഴിഞ്ഞത് എന്തായി മാറും, ഈ എലമെൻറ്റ്സ് ആവും. 1/5, 4/5 ഒക്കെ മാറും. പക്ഷേ നമ്മളിവിടെ ഈ ആദ്യം തന്നിട്ടുള്ള എലമെൻറ്റ്സിനെയാണ് അതൊക്കെ ആയിട്ട് കൺസിഡർ ചെയ്യണം. സോ ഇനി പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ആ ടേബിൾ എഴുതാൻ വേണ്ടത്. ഈ ടേബിൾ കഴിഞ്ഞിട്ട് ഇനി പറയുന്ന ടേബിൾ എഴുതാണ് വേണ്ടത്. അപ്പോൾ ഈ ടേബിളിൽ നമ്മൾ ടേബിൾ 3യിലുള്ള എഴുതിയിട്ടുള്ള എലമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ചേഞ്ച് വന്ന എലമെൻറ്റ്സും, അതായത് എസ് ആയിട്ട് ചൂസ് ചെയ്ത എലമെൻറ്റ്സിൽ നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്ത് ഇപ്പോൾ കുറച്ച് എലമെൻറ്റ്സ് കിട്ടിയല്ലോ, അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇവിടെ -3/5, 3/5 ഈ എലമെൻറ്റ്സ് ഒക്കെ ആയിരുന്നു. -3/5, 3/5, 3/5, -3/5 ഇതൊക്കെയാണ് നമുക്ക് പുതിയ എസ്സുകളായിട്ട് കിട്ടിയത്. അപ്പോൾ ഇതാണ് നമ്മളെ ലാസ്റ്റ് ടേബിൾ. ഞാൻ പറഞ്ഞു 2 വേരിയബിൾ ആകുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ ആ ടേബിളിൽ നിന്ന് ഡയറക്റ്റ് ഇത് ഒരു പ്രാവശ്യം ഈ മെത്തേഡ് അപ്ലൈ ചെയ്യാനേ ഉണ്ടാവുള്ളൂ. ഇനി ഇവിടെ x1, x2 മാത്രമേ ഉള്ളല്ലോ. x1, x2, x3 ഉണ്ടെങ്കിൽ ഈ കിട്ടിയ ടേബിൾ വെച്ചിട്ട് ഒന്നും കൂടി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് എന്തിന് ഇക്വലൻ്റ് ആണെന്ന് വെച്ചാൽ ഹിയർ ദ ടേബിൾ ട്രാൻസിഷൻ ഫ്രം 1 to 4 ഈസ് ഇക്വലൻ്റ് ടു സോൾവിങ് ദ ഇക്വേഷൻ 4x1 + 5x2 - 6 = -t2. ഓക്കെ, അതായത് നമ്മളെ സെക്കൻഡ് കൺസ്ട്രെയിൻറ്റ്
ഇവിടെ 2 കൺസ്ട്രെയിൻസ് ആണല്ലോ പറഞ്ഞല്ലോ. x1 + 2x2 - 3 = -t1 ആണ് ഫസ്റ്റ് കൺസ്ട്രെയിൻറ്റ്. സെക്കൻഡ് ആയിട്ട് വന്നിട്ടുള്ള കൺസ്ട്രെയിൻറ്റ് ഇതാണ് 4x1 + 5x2 - 6 = -t2. ഇതാണ് നമ്മൾ സെക്കൻഡ് കൺസ്ട്രെയിൻറ്റ് വന്നിട്ടുള്ളത്. അതായത് ടേബിൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ സെക്കൻഡ് കൺസ്ട്രെയിൻറ്റ് എന്ന് പറയുന്നത് 4x1 + 5x2 - 6 = -t2. നമ്മൾ ഇതിനെയാണ് ചെയ്തത്. അത് പറയാൻ കാരണം എന്താ, ഈ റോന്നാണ് നമ്മൾ ഒരു പൈവോട്ട് എൻട്രി ചൂസ് ചെയ്തത്. നമ്മൾ കഴിഞ്ഞ മാക്സിമൈസേഷൻ പ്രോബ്ലം ചെയ്തല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ. അതിൽ ലാസ്റ്റ് കൺസ്ട്രെയിൻറ്റിൽ നിന്ന് x1 സോൾവ് ചെയ്യുകയാണ് ചെയ്തത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് കൺസ്ട്രെയിൻറ്റിൽ നിന്ന് ആരെയാണ് സോൾവ് ചെയ്തത്, x2 സോൾവ് ചെയ്തത്. ആ സ്റ്റെപ്പാണ് നമ്മളിപ്പോൾ ഈ ടാബ്ലോ യൂസ് ചെയ്ത് അല്ലെങ്കിൽ പൈവോട്ട് ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്ത് ഡയറക്റ്റ് ചെയ്തത്. പിന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, അതിൻ്റെ റീപ്ലേസിങ് എന്താണ്, അത് സോൾവ് ചെയ്തു is equivalent to solving 4x1 + 5x2 - 6 = -t2 of the table of 1 for x2 and replacing every occurrence of x2 in the other equations by the resulting expression. അതായത് നമ്മൾ സാധാരണ ഇക്വേഷനിൽ ബാക്കിയുള്ള ടേംസിനൊക്കെ, അതായത് x2ൻ്റെ പൊസിഷനിൽ വന്നതിനൊക്കെ ആ പുതിയ കിട്ടിയ ഇക്വേഷൻ്റെ ടേംസിൽ എഴുതിയിരുന്നു അല്ലേ. അതൊക്കെയാണ് നമ്മൾ ഈ പൈവോട്ട് ട്രാൻസ്ഫോർമേഷൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ആ ഇക്വേഷനെ സോൾവ് ചെയ്തതിന് പകരം ഈ ട്രാൻസ്ഫോർമേഷൻ വെച്ചിട്ട് നമ്മൾ ആ ടേബിൾ ഇങ്ങനെ മാറ്റി എഴുതി. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഒപ്റ്റിമൽ ടേബിൾ ഇവിടെ വരിക. ഇനി നമ്മൾ കോസ്റ്റ് മിനിമൈസേഷൻ പ്രോബ്ലം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് ഫസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞില്ലേ. അതായത് മുന്നേ ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യണ മെത്തേഡിൽ തന്നെ ഒന്ന് ചെയ്യാൻ പറഞ്ഞിരുന്നു. അതിനെ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. അതായത് വെറും ടെക്കർ ടേബിളോ ട്രാൻസിഷൻ മാത്രം വെച്ചിട്ട്, പൈവോട്ട് ട്രാൻസ്ഫോർമേഷൻ മാത്രം വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. ഡയറക്റ്റുള്ള അതായത് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന മെത്തേഡ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ആ പ്രോബ്ലം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫീഡ് മിക്സ് കമ്പനി ഈസ് പ്രിപ്പയറിങ് മിക്സ്ചർ ഓഫ് 3 ഫീഡ്സ്, സേ ഫീഡ് 1, ഫീഡ് 2 ആൻഡ് ഫീഡ് 3. ഈച്ച് യൂണിറ്റ് ഓഫ് ഫീഡ് 1 contains 1 gram of protein. Feed 1 1 gram of protein ആണ്, 2 grams of fat ആണ്, ആൻഡ് കോസ്റ്റ് 20 cents. അതിൻ്റെ കോസ്റ്റ് വരുന്നത് 20 cents ആണ്. ഈച്ച് യൂണിറ്റ് ഓഫ് ഫീഡ് 2 അതിനെന്തൊക്കെയുണ്ട്, 2 gram of protein, 2 grams of fat, കോസ്റ്റ് 30 cents ആണ് വരുന്നത്. ഈച്ച് യൂണിറ്റ് ഓഫ് ഫീഡ് 3 contains 2 grams of protein, 1 gram of fat, കോസ്റ്റ് വരുന്നത് 25 cents ആണ്. If the mixture of these 3 feeds must contain at least 200 grams of protein. എന്തായാലും 200 grams of protein വേണം. അതിനേക്കാളും കൂടുതലാവാം, പക്ഷെ അതെങ്കിലും വേണം, അറ്റ്ലീസ്റ്റ് ആണല്ലോ. ആൻഡ് അറ്റ്ലീസ്റ്റ് 150 grams of fat. How many units of each feed should the company use so as to minimize cost? കോസ്റ്റ് മിനിമൈസ് ചെയ്യാൻ വേണ്ടി എത്ര യൂണിറ്റാണ് ഓരോ ഫീഡും ഉണ്ടാക്കേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ x1, x2, x3 നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് ഈച്ച് ഫീഡ് എടുത്തു. x1 എന്നുള്ളത് ഫീഡ് 1ൻ്റെ നമ്പർ ഓഫ് യൂണിറ്റ്, x2 എന്നുള്ളത് ഫീഡ് 2ൻ്റെത്, x3 ഫീഡ് 3ക്കുള്ളത്. അതിൻ്റെ കനോണിക്കൽ ഫോമൊക്കെ നമ്മൾ ആദ്യം എഴുതിയിരുന്നു. മിനിമൈസ് c of x1, x2, x3 = 20x1 + 30x2 + 25x3 subject to x1 + 2x2 + 2x3 greater than or equal to 200, 2x1 + 2x2 + x3 greater than or equal to 150, x1, x2, x3 greater than or equal to 0. ഇതൊക്കെ നമ്മൾ മുന്നേ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എങ്ങനെ എഴുതാമെന്നൊക്കെ. പിന്നെ ഇതൊരു മിനിമൈസേഷൻ പ്രോബ്ലം ആയതുകൊണ്ട് നമുക്ക് സ്ലാക്ക് വേരിയബിൾസ് ഇൻട്രോഡ്യൂസ് ചെയ്യണം. TF ആയിട്ട് എടുത്തു. TP എന്നുള്ളത് സ്ലാക്ക് വേരിയബിൾ ഫോർ പ്രോട്ടീൻ, കാരണം ഇത് പ്രോട്ടീന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കൺസ്ട്രെയിൻ്റാണ്. അപ്പോൾ TP എന്നുള്ളത് സ്ലാക്ക് വേരിയബിൾ ഫോർ പ്രോട്ടീൻ എടുത്തു. T1, T2 ഒക്കെ എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. TF എന്നുള്ളത് സ്ലാക്ക് വേരിയബിൾ ഫോർ ഫാറ്റ് എടുത്തു. അങ്ങനെയാണെങ്കിൽ കനോണിക്കൽ സ്ലാക്ക് ഫോം എങ്ങനെ എഴുതാം? മിനിമൈസ് c of x1, x2, x3 = 20x1 + 30x2 + 25x3 subject to x1 + 2x2 + x3 - 200 = TP. നമ്മൾ മുന്നേ എഴുതിയിട്ടുള്ളത് തന്നെയാണ്. 2x1 + 2x2
പ്ലസ് x3 മൈനസ് 150 ഈക്വൽ ടു TF എന്ന് വരും. TP TF x1 x2 x3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ഇതാണ് കനോണിക്കൽ സ്ലാക്ക് ഫോം. ഇത്ര കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? ടക്കർ ടേബിളോ എഴുതാം. ഇതിൻ്റെ ടക്കർ ടേബിളോ നോക്കുകയാണെങ്കിൽ ഇത് മിനിമൈസേഷൻ പ്രോബ്ലം ആയതുകൊണ്ട് ഈ രീതിയിലാണ് വരിക. ഒബ്ജക്റ്റീവ് ഫങ്ഷൻ കോളായിട്ടും വരും, -1ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് റോ ആയിട്ടും വരും. ഇത് ഒബ്ജക്റ്റീവ് ഫങ്ഷൻ, -1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോ. അതായത് ഇവിടെ എങ്ങനെ എഴുതിയത്? x1 പ്ലസ് 2x2 പ്ലസ് 2x3 ഈക്വൽ ടു -200 ഈക്വൽ ടു TP ആയിരുന്നു ഫസ്റ്റ് കൺസ്ട്രെയിൻറ്റ്. 2x1 പ്ലസ് 2x2 പ്ലസ് x3 മൈനസ് 150 ഈക്വൽ ടു TF ആയിരുന്നു അടുത്ത കൺസ്ട്രെയിൻറ്റ്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 20x1 പ്ലസ് 30x2 പ്ലസ് 25x3. C ഓഫ് x1 x2 x3 ആണ് എഴുതിയത്. നൗ വി യൂസ് പൈവോട്ട് ട്രാൻസ്ഫോർമേഷൻ ഓൺ ദിസ് ടേബിൾ ടു ഡിറ്റർമിൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ. പൈവോട്ട് ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചൂസ് ചെയ്യണം? ആദ്യം ഒരു പൈവോട്ട് എൻട്രി ചൂസ് ചെയ്യണം. അത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കോളത്തിലും വരാൻ പറ്റില്ല, -1 റോയിലും വരാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു എൻട്രി, അതായത് ഈ 6 എലമെൻറ്റ്സിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യണം. ഇവിടെ നമ്മൾ ഈ ലാസ്റ്റ് 2, അതായത് A31 എന്നുള്ള പൊസിഷനിൽ കിടക്കുന്ന എലമെൻറ്റിനെ ചൂസ് ചെയ്തു. സാധാരണ ലാസ്റ്റ് കൺസ്ട്രെയിൻ്റ് എന്നാണ് തുടങ്ങാറുള്ളത്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ അങ്ങനെയല്ല ചെയ്തത്, ലാസ്റ്റ് റോ എന്നാണ് ചെയ്തത്. ഇനി ഇവിടെ 1 ചൂസ് ചെയ്താലും കുഴപ്പമില്ല, 2 ചൂസ് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഈ 2നെ ചൂസ് ചെയ്തു. അതാണ് പൈവോട്ട് എൻട്രി ആയിട്ട് ചൂസ് ചെയ്തത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എന്തൊക്കെയാണ് വേണ്ടത്? അടുത്ത സ്റ്റെപ്പിൽ, ഇനിയുള്ള സ്റ്റെപ്പുകളിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വേരിയബിൾസിനെ ചേഞ്ച് ചെയ്യണം. അപ്പോൾ അതാണ് അടുത്ത ടേബിളിൽ എഴുതിയത്. ഇത് ജസ്റ്റ് ആ പൈവോട്ട് എൻട്രി മാത്രമേ ഇതിൽ കാണിച്ചിട്ടുള്ളൂ. ഇനി കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വേരിയബിൾസിനെ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ 2ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കോളത്തിൽ വരുന്ന TPയും റോയിൽ വരുന്നത് x3 ആണ്. അത് ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതുക. അപ്പോൾ x3 ഇവിടെ വരും, TP ഇവിടെ വരും. അപ്പോൾ നിങ്ങൾ ആദ്യം ടേബിൾ വരച്ചിട്ട് അതാണ് ആദ്യം എഴുതേണ്ടത്. എന്താണോ അടുത്ത സ്റ്റെപ്പ് ഉള്ളത്, ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു എൻട്രി ചൂസ് ചെയ്തു, അത് മനസ്സിലിരിക്കട്ടെ. അല്ലെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ആ ടേബിൾ തന്നെ ഇതിൽ മാർക്ക് ചെയ്താൽ മതി. ഈ ടേബിൾ തന്നെ മാർക്ക് ചെയ്താൽ മതി, രണ്ട് സെയിം ആണല്ലോ. ഇനി അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ഇതിനെ ഇൻ്റർചേഞ്ച് ചെയ്താൽ, ഈ ടേബിൾ ഇങ്ങനെ വരച്ചിട്ട് അതിൽ ജസ്റ്റ് x3 TP മാർക്ക് ചെയ്യുക. ബാക്കിയുള്ള വേരിയബിൾസിനൊന്നും സംഭവിക്കില്ലല്ലോ. അപ്പോൾ x1 x2 TF C എന്നൊക്കെ അതേപോലെ എഴുതാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ മാറ്റം വരുന്നതെന്ന് നോക്കണം. അപ്പോൾ ആദ്യം പറഞ്ഞിട്ടുള്ളത് Pൻ്റെ ഭാഗത്ത് 1/p ആക്കണം. അപ്പോൾ ഈ 2 എന്നുള്ള പൊസിഷനിൽ നമ്മൾ 1/2 ആക്കി. ഇനി P വരുന്ന കോളത്തിലുള്ള ബാക്കി എലമെൻസിനൊക്കെ P കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇതിലുള്ള 1നെയും 25നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 1/2 25/2 ഇതാണ് എലമെൻറ്റ്സ് വരിക. അതുപോലെ തന്നെ Pൻ്റെ കോളത്തിലുള്ള ബാക്കി എലമെൻസിനൊക്കെ -P കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ -2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ -1/2 ആവും. ഇത് -2/2, ദാറ്റ് ഈസ് -1. ഇവിടെ ഓൾറെഡി നമ്മൾ 1/2 ആക്കിയില്ലേ, Pനെ 1/p ആക്കി എഴുതി. ഇവിടെ 200 ഉണ്ട്, അതിനെ -2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ -100 കിട്ടും. അപ്പോൾ അത് മാറ്റി എഴുതി. ഇനി ബാക്കി കിടക്കുന്ന എലമെൻറ്റ്സ് നോക്കുക. അതൊക്കെയാണ് എസ്സുകൾ. എങ്ങനെ പറഞ്ഞത്? എസ് എന്നുള്ളത് Pൻ്റെ സെയിം റോയിലും Pൻ്റെ സെയിം കോളത്തിലും വരാത്ത എലമെൻറ്റ്സ്. അപ്പോൾ Pൻ്റെ റോ എന്ന് പറഞ്ഞാൽ ഇതാണ്, കോളം പറഞ്ഞാൽ ഇതാണ്. ഇതല്ലാതെ ബാക്കി എലമെൻറ്റ്സ് ഒക്കെ ഏതാ വരിക? 220 230 150 0. അതായത് A12 ഈക്വൽ ടു 2 എന്നുള്ള എലമെൻറ്റ് സൈഡിൽ ചെയ്തിട്ടുണ്ട്. A12 ഈക്വൽ ടു 2. അടുത്തത് A13 ഈക്വൽ ടു 20. നെക്സ്റ്റ് എലമെൻറ്റ്, നെക്സ്റ്റ് പോസിബിൾ വാല്യൂ ഫോർ x. അടുത്തത് A22 ഈക്വൽ ടു 2. അടുത്തത് A23 ഈക്വൽ ടു 30. പിന്നെ വരുന്നത് A42 ഈക്വൽ ടു 150. A43 ഈക്വൽ ടു 0. ഇനി ഈ ഓരോ എസ്സുകളും ചേഞ്ച് ചെയ്യണം. ഇതിന് ഓരോന്നിനെയും റീപ്ലേസ് ചെയ്യണം. എങ്ങനെ? PS - QR/P കൊണ്ട്. അപ്പോൾ ഓരോ കേസിലും Qവും Rൊക്കെ കണ്ടെത്തണം. അപ്പോൾ S ഈക്വൽ ടു A12 ഈക്വൽ ടു 2 കൺസിഡർ ചെയ്യുക. A12 എന്നൊക്കെ എഴുതാം, കാരണം ഇതിൽ കുറേ 2 വരുന്നുണ്ട്. അപ്പോൾ ഏതാണെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ഈ 2 ആണ് A12 എന്നുള്ള പൊസിഷൻ പറയുമ്പോൾ. അപ്പോൾ S ഈക്വൽ ടു A12 ഈക്വൽ ടു 2 അതിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ Q എങ്ങനെ വരിക പറഞ്ഞത്? Pൻ്റെ സെയിം റോയിലും
എസിൻ്റെ സെയിം കോളത്തിൽ. അപ്പോൾ എസ് ഇതടുത്ത് പിൻ്റെ സെയിം റോ എസിൻ്റെ സെയിം കോളം കോമൺ എലമെൻ്റ് ഏതാ 1. അപ്പോൾ ക്യൂ ഈക്വൽ ടു 1 വരും. 6 എന്നെങ്ങനെ എടുത്തത് പിൻ്റെ സെയിം കോളത്തിലും എസിൻ്റെ സെയിം റോയിലും. അപ്പോൾ 6 ഈക്വൽ ടു എന്താണ് വരിക 1 എന്ന് തന്നെ വരിക. 6 ഈക്വൽ ടു 1. ഇനി അത് വെച്ചിട്ട് എസ് ഈക്വൽ ടു പി എസ് മൈനസ് ക്യൂ ആർ ബൈ പി. എസിന് പി എസ് മൈനസ് ക്യൂ ആർ ബൈ പി കൊണ്ട് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ അത് ചെയ്യുമ്പോൾ 3/2 കിട്ടും. അപ്പോൾ നമ്മൾ പുതിയ ടേബിളിൽ ഇപ്പോൾ ഈ 2ന് എസ് ഈക്വൽ ടു ഇത് ചൂസ് ചെയ്തപ്പോഴാണ് അതൊക്കെ കിട്ടിയത്. അപ്പോൾ പുതിയ ടേബിളിൽ ആ പൊസിഷനിൽ എന്താ കൊടുക്കേണ്ടത് 3/2 ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം നിങ്ങൾ ശരിക്കും ഒരു ബ്ലാങ്ക് ടേബിൾ വരയ്ക്കുകയാണ് വേണ്ടത്. എന്നിട്ട് ഈ x3 കൊടുത്തു, ടി പി കൊടുത്തു, പിൻ്റെ പൊസിഷനിൽ 1/p കൊടുത്തു, പിന്നെ അതിൻ്റെ റോത്ത് എലമെൻസിനെ മാറ്റി, അതുപോലെ കോളത്തിലെ എലമെൻസും പുതിയ കിട്ടണ എഴുതുക, റോയിലെ എലമെൻസും പുതിയ കിട്ടണ എഴുതുക, പിന്നെ എസ് ബാക്കി ഇവിടെയൊക്കെ ബ്ലാങ്കായി കിടക്കുന്നുണ്ടാവും. പിന്നെ അതിനെ നോക്കിയിട്ട് ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എഴുതി എസ് കണ്ടുപിടിക്കുക, അതിൽ ആ ടേബിളിൽ എഴുതുക. അത്രയാണ് വേണ്ടത്. ഇനി അടുത്തത് എസ് ഈക്വൽ ടു A13 ഈക്വൽ ടു 20. അതാവുമ്പോൾ ക്യൂ മാറും. എങ്ങനെയാണ് വരിക? അപ്പോൾ പിൻ്റെ സെയിം റോയിലും എസിൻ്റെ സെയിം കോളത്തിലും 25 വരും ക്യൂ എന്നുള്ളത്. 6 ആവുമ്പോൾ പിൻ്റെ സെയിം കോളത്തിലും എസിൻ്റെ സെയിം റോയിലും R ഈക്വൽ ടു 1 വരും. അപ്പോൾ R ഈക്വൽ ടു 1. എസിനെ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യേണ്ടത് പി എസ് മൈനസ് ക്യൂ ആർ ബൈ പി. പി എന്നുള്ളത് 2 ആണ്, ഓൾറെഡി ചൂസ് ചെയ്തിട്ടുണ്ട്. എസ് എന്നുള്ളത് ഇവിടെ 20 ആണല്ലോ. 20 മൈനസ് ക്യൂ 25 കിട്ടി, R 1 കിട്ടി, ഡിവൈഡഡ് ബൈ പി എന്നുള്ളത് 2 ആണ്. അത് ചെയ്യുമ്പോൾ 15/2. അപ്പോൾ 20 എന്നുള്ള പൊസിഷനിൽ ആര് വന്നു 15/2. ഇങ്ങനെ ഓരോ എലമെൻസിനും ചേഞ്ച് ചെയ്യുക. ബാക്കി ചേഞ്ച് ചെയ്യേണ്ട എലമെൻറ്റ്സ് പറയുമ്പോൾ ഇവിടെ ഈ ഒരു 1 5 കിട്ടിയിട്ടുണ്ട്. A22 എന്നുള്ള പൊസിഷനും A23 എന്നുള്ള പൊസിഷനും, പിന്നെ അതുപോലെ തന്നെ A42 എന്നുള്ള പൊസിഷനും A43 എന്നുള്ള പൊസിഷനും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വരും. സൈഡിൽ എഴുതിയിട്ടുണ്ട് എങ്ങനെ കിട്ടിയിട്ടുള്ളത്. This transition is equivalent to solving the equation 2x1 plus 2x2 plus x3 minus 150 equal to TF of the first table of 4x3 and replacing every occurrence of x3 in the other equation by the resulting expression. അതായത് ഇത് കൺസ്ട്രെയിൻറ്റ് 2x1 പ്ലസ് 2x2 പ്ലസ് x3 മൈനസ് 150 ഈക്വൽ ടു TF എന്നുള്ള കൺസ്ട്രെയിൻറ്റിനെ സോൾവ് ചെയ്യണതിന് ഈക്വൽ ആണെന്നാണ് പറഞ്ഞത്. സോറി, അത് അതിനല്ലല്ലോ ഇക്വേഷൻ നമ്മൾ ചൂസ് ചെയ്തത് ഫസ്റ്റിലല്ലേ. സോ നമ്മൾ ഫസ്റ്റ് കൺസ്ട്രെയിൻ്റാണ് ചെയ്യണത്. അപ്പോൾ ഏതിനും ചെയ്യാം. നമ്മൾ മുന്നൊക്കെ ചെയ്തതിൽ സെക്കൻഡ് കൺസ്ട്രെയിൻ്റ് എടുത്തിട്ടാണ് ചെയ്തത്. ഇവിടെ ഫസ്റ്റ് കൺസ്ട്രെയിൻറ്റിലാണ് ചെയ്തത്. കാരണം പൈവോട്ട് എൻട്രി എവിടെയാണോ വരുന്നത് ആ കൺസ്ട്രെയിൻ്റാണ് എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ ഇക്വേഷന് പകരം ഏതാ കൊടുക്കേണ്ടത്? ദിസ് ട്രാൻസിഷൻ ഈസ് ഈക്വൽ ടു സോൾവിങ് ദി ഇക്വേഷൻ x1 പ്ലസ് 2x2 പ്ലസ് 2x3 മൈനസ് 200 ഈക്വൽ ടു TP. ആ ഇക്വേഷനാണ് എഴുതേണ്ടത്. ഇതല്ല കേട്ടോ. 4x3 തന്നെയാണ് സോൾവ് ചെയ്യണത്. കാരണം x3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ് ചേഞ്ച് ചെയ്യണത്. അങ്ങനെ എഴുതണേ. One more transformation is needed to obtain the optimal solution. ഞാൻ പറഞ്ഞു 3 വേരിയബിൾ ഉണ്ടെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷനും കൂടി വേണം. അപ്പോൾ അതും കൂടി നോക്കാം. അല്ലെങ്കിൽ വേറെ രീതി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 3 വേരിയബിളാണ് ഉണ്ടെങ്കിലല്ല, ഈ സ്ലാക്ക് വേരിയബിൾസ് എത്ര വരുന്നോ അത്ര അതിനനുസരിച്ച് ട്രാൻസ്ഫോർമേഷൻ വേണം. എത്ര സ്ലാക്ക് വേരിയബിൾസ് അല്ല, സ്ലാക്ക് വേരിയബിൾസ് ഇപ്പം നേരത്തെ കേസിലും അങ്ങനെ തന്നെയാണല്ലോ വന്നത്. അപ്പോൾ വേരിയബിൾസിന് മറ്റേ മെയിൻ വേരിയബിൾസ് തന്നെ നോക്കണ്ടേ, x1 x2 x3. അപ്പോൾ 2 വേരിയബിൾ ആകുമ്പോൾ പറഞ്ഞ പോലെ തന്നെ കേട്ടോ. സോറി, 2 വേരിയബിൾ ആകുമ്പോൾ ഒരു ട്രാൻസിഷൻ മതി. ഒരു വേരിയബിളും കൂടി എക്സ്ട്രാ ഉണ്ടെങ്കിൽ, അതായത് x3 വരെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി കിട്ടിയ ടേബിളിനെ ട്രാൻസ്ഫോർമേഷൻ ചെയ്യണം. 1 more transformation is needed to obtain the optimal solution. അതായത് ഇനി ഒന്നിനെ കൂടി ഇൻ്റർചേഞ്ച് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഒരു ട്രാൻസിഷൻ കൂടി ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരു പ്രാവശ്യം ഇൻ്റർചേഞ്ചിങ് വന്നു. x3യും ഇവിടെ x3 TP ഇൻ്റർചേഞ്ച് ചെയ്ത് നമ്മൾ എഴുതി. ഇനി ഇവിടെ TFും കൂടി കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനെയും ഇൻ്റർചേഞ്ച് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട് അല്ലേ. അതുകൊണ്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ കൂടി വരുന്നത് അങ്ങനെ മനസ്സിലാക്കുകയാണ് നല്ലത്. നിങ്ങൾ വേരിയബിൾസിനെ പറഞ്ഞ് മനസ്സിലാക്കണേക്കാട്ടും നല്ലത്. ചിലപ്പോൾ ചില കേസ് വരുമ്പോൾ ചേഞ്ച് വരുമോ നമുക്കറിയില്ല കേട്ടോ. എക്സാമ്പിളൊക്കെ
കൂടുതൽ പറയുമ്പോഴേ മനസ്സിലാക്കുള്ളൂ. അപ്പോൾ ഇത്ര മനസ്സിലാക്കേണ്ടേ ഉള്ളൂ. ഇനി വല്ല ഇൻ്റർചേഞ്ചിങ് പോസിബിളാണ്. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഇൻ്റർചേഞ്ച് ചെയ്തു, ഇനി ഇവിടെ ഒന്നും കൂടി കിടക്കുന്നുണ്ട്, ഒരു ടി എഫും കൂടി കിടക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഇൻ്റർചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ കൂടി കൊടുക്കുക. അപ്പോൾ നമുക്ക് പുതിയ കിട്ടിയിട്ടുള്ള ടേബിളിലാണ് ഇന്നത്തെ ട്രാൻസ്ഫോർമേഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ അതിൽ നമ്മളൊരു പൈവോട്ട് എൻട്രി ഈ പറഞ്ഞ പോലെ തന്നെ ചൂസ് ചെയ്യണം. ഇവിടെ നമ്മൾ 1നെ ചൂസ് ചെയ്തു. ഈ റോയിലും ഈ കോളത്തിലും വരാൻ പറ്റില്ല, അല്ലാത്തൊരു എലമെൻറ്റ് 1നെ ചൂസ് ചെയ്തു. അത് നമ്മൾ ഫസ്റ്റ് കൺസ്ട്രെയിൻ്റ് ആണല്ലോ ആദ്യം കൺസിഡർ ചെയ്തത്, ഇപ്പോൾ സെക്കൻഡ് കൺസ്ട്രെയിൻ്റ് അടുത്തത്. മനസ്സിലായില്ലേ? പിന്നെ അവിടെ x3 ആണ് എടുത്തിരുന്നത്, ഇവിടെ അതുകൊണ്ട് x2 ആണ് എടുത്തത്. x2ൻ്റെ നേരല്ലേ വരുന്നത്. ഇത് ഫസ്റ്റ് കൺസ്ട്രെയിൻ്റ്, ഇത് സെക്കൻഡ് കൺസ്ട്രെയിൻ്റ്. ഇത് x3ക്ക് നേരെയുള്ള എലമെൻറ്റ്സ്, ഇത് x2, ഇത് x1. അപ്പോൾ ഇവിടെ നമ്മൾ ചൂസ് ചെയ്യണത് x2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്. x3 ചെയ്ത് കഴിഞ്ഞു, ഇനി x2 ഈക്വൽ ടു എന്നുള്ള ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വരുന്നതാണ്. അപ്പോൾ അവിടെ നമ്മൾ ഈ 1നെ ചൂസ് ചെയ്തു. അപ്പോൾ ഈ എലമെൻറ്റിനുള്ള പോസിബിളായിട്ട് വരിക, അതായത് സെക്കൻഡ് കൺസ്ട്രെയിനിൽ x2 എടുക്കുകയാണെങ്കിൽ ഇത് തന്നെ വരുള്ളൂ അല്ലേ. സെക്കൻഡ് കൺസ്ട്രെയിനിൽ ഇതാണ് x2 എന്ന് പറയുമ്പോൾ ഇവിടെ വരും. സോ ഈ 1 ആണ് പൈവോട്ട് എൻട്രി ആയിട്ട് വരിക. 1 ഈക്വൽ ടു A22 of the above table as pivot entry. ഇനി ഈ ടേബിളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാ പൈവോട്ട് ട്രാൻസ്ഫോർമേഷനിൽ പറഞ്ഞിട്ടുള്ള എല്ലാ സ്റ്റെപ്സും ഇതിൽ അപ്ലൈ ചെയ്യുക. അതായത് തൊട്ട് മുന്നത്തെ ടേബിൾ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ പീനെ 1/p കൊണ്ട് റീപ്ലേസ് ചെയ്യുക. അത് പീൻ്റെ സ്ഥാനത്ത് 1 പിന്നെ 1/1 1 തന്നെയാണ്, മാറ്റമൊന്നും വരില്ല. ഇനി പീൻ്റെ സെയിം റോയിലുള്ള എലമെൻസിനെ p കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ കിട്ടാം. സോ ഇവിടെ -1ഉം 5ഉം ചേഞ്ച് ഒന്നും വരില്ല. ഈ പീൻ്റെ സെയിം കോളത്തിലുള്ള എലമെൻസിനെ -1/p അല്ലെങ്കിൽ -p കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറയാം. അപ്പോൾ -1 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ 3/2 എന്നുള്ളത് -3/2 ആവും, 1/2 എന്നുള്ളത് -1/2 ആവും, 50 എന്നുള്ളത് -50 ആയി മാറും. അപ്പോൾ അതൊക്കെ കിട്ടും. ഇനി ആയിട്ട് വരുന്ന എലമെൻറ്റ്സ് ഏതൊക്കെയാണ് നോക്കാം. പീൻ്റെ സെയിം കോളത്തിലും സെയിം റോയിലും അല്ലാത്ത എലമെൻറ്റ്സ്. അപ്പോൾ 1 -1 0 5 -50 -2750 വരും. ഇതൊക്കെയാണ് എസ്സിന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ്. അതൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. എസ് എന്തുകൊണ്ടൊക്കെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളത് ഇവിടെ സോൾവ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വേരിയബിൾസിനെ റീപ്ലേസ് ചെയ്യണമല്ലോ. 1ന് ഈ പൈവോട്ട് എൻട്രിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയബിൾസിനെ റീപ്ലേസ് ചെയ്യുക. അപ്പോൾ TFഉം x2 റീപ്ലേസ് ചെയ്യല വേണ്ട, ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതുക. ഇവിടെ x2 ആയിരുന്നു, ഇവിടെ TF ആയിരുന്നു, അതിനെ ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതി. അപ്പോൾ ഈ പുതിയ വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ടേബിളാണ് കിട്ടുക. എസിൻ്റെ വാല്യൂസൊക്കെ കൊടുത്തു. പിന്നെ അതുപോലെ ബാക്കി കാര്യങ്ങൾ പീനെ 1/p കൊണ്ട് റീപ്ലേസ് ചെയ്തു. q എന്നുള്ള എൻട്രീസിനെ q/p, ബാക്കി 6 എന്നുള്ള എൻട്രീസിന് -6/p അങ്ങനെയൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെയാണ് ടേബിൾ കിട്ടുക. ഇതാണ് നമ്മൾ ഒപ്റ്റിമൽ ടേബിൾ. 3 വേരിയബിൾസാണ്. സോ ഒപ്റ്റിമൽ ടേബിൾ 2 സ്റ്റെപ്പിൽ കിട്ടും. അതായത് 2 ട്രാൻസിഷൻ ടേബിൾ എഴുതിയാൽ കിട്ടും. ഇതാണ് നമ്മൾ ഒപ്റ്റിമൽ സൊല്യൂഷൻ അല്ലെങ്കിൽ ഒപ്റ്റിമൽ ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പുതിയ കിട്ടിയ ടേബിളിൽ നിന്ന് നമുക്ക് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതാം. അപ്പോൾ ഇവിടെ ബ്രാക്കറ്റിൽ ഞാൻ എഴുതിയിട്ടുണ്ട്, ദിസ് ട്രാൻസിഷൻ ഈസ് ഇക്വലൻറ്റ് ടു സോൾവിങ് 3/2 x1 plus x2 plus 1/2 tp minus 50 equal to tf. അത് കറക്റ്റ് തന്നെ ആയിട്ട് വരും. നേരത്തെ എഴുതിയതിൽ ആ ബ്രാക്കറ്റത്തൊന്ന് മാറ്റി എഴുതാം. അത് TPക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതായിരുന്നു. ഇവിടെയാണ് TFന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് വന്നിട്ടുള്ളത്. സോ അപ്പോൾ അതാണ് നമ്മൾ ഒപ്റ്റിമൽ ടേബിൾ. ഈ ടേബിൾ വെച്ചിട്ട് നമുക്ക് ആ പ്രോബ്ലം എഴുതാം. അപ്പോൾ കിട്ടിയ പ്രോബ്ലം എന്താണെന്ന് എഴുതാം. ദിസ് ഈസ് ദ ഫൈനൽ ടേബിളോ ആൻഡ് ആൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദിസ് ടേബിളോ. ഫ്രം ടേബിളോ 3 ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഈസ് എന്തെഴുതാം. വേരിയബിൾസ് എന്തൊക്കെയായി? x1 TF TP. C of x1 TF TP equal to 5 TF. എങ്ങനെ എഴുതാം? 0x1 ആണല്ലോ, അത് ഞാൻ ചെറുതാക്കി ഒന്ന് എഴുതിയിട്ടുണ്ട് റെഡിങ് കൊണ്ട്. 0x1 ആണ്, അപ്പോൾ അവിടെ ഒന്നും എഴുതാനില്ല. 0x1 പ്ലസ് 5 TF പ്ലസ് 10 TP. ഇതാണ് C of x1 TF TP ആണ് പ്രോബ്ലം അല്ലേ. അതാണ് പ്രോബ്ലം. 10 TP ഒന്നും കൂടി ഉണ്ട്, പ്ലസ് 2750. ഡീൻ്റെ പൊസിഷനിൽ ഒരു എലമെൻ്റ് ഉണ്ടല്ലോ. അപ്പോൾ പ്രോബ്ലം കംപ്ലീറ്റ്ലി എങ്ങനെ എഴുതാം? C of x1 TF TP minimize C of x1 TF TP equal to 5 TF plus 10 TP plus
2750 സബ്ജക്റ്റ് ടു കൺസ്ട്രെയിൻസ് എന്തൊക്കെ വരിക x1 മൈനസ് ടി എഫ് പ്ലസ് ടി പി പ്ലസ് 50 ഈക്വൽ ടു x3. അടുത്തത് -3/2 x1 പ്ലസ് ടി എഫ് മൈനസ് 1/2 ടി പി പ്ലസ് 50 ഈക്വൽ ടു x2. പിന്നെ x1 x2 x3 ഉണ്ട്. x1 x2 x3 ടി പി ടി എഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇതാണ് നമുക്ക് ലാസ്റ്റത്തെ പ്രോബ്ലം വരിക. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഒപ്റ്റിമൽ സൊല്യൂഷൻ കണ്ടെത്താം. ഇപ്പോൾ മിനിമൈസേഷൻ പ്രോബ്ലം ആണ് അല്ലേ. അപ്പോൾ ഈ ടി എഫും ടി പിയും കൂടുന്നതിനനുസരിച്ച് ഇത് കൂടുകയല്ല ചെയ്യുക അല്ലേ. ഈ സീൻ്റെ വാല്യൂ കൂടും, പക്ഷെ നമുക്ക് മിനിമം വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ ടി എഫിനും ടി പിക്കും എത്ര ചെറിയ വാല്യൂ കൊടുക്കാൻ പറ്റുമോ അത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള ചെറിയ വാല്യൂ ഏതാ 0 ആണ്. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ സി ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിങ് ടി എഫ് ആൻഡ് ടി പി. Here we are trying to minimize C. So we have to set TF and TP equal to the smallest values possible. Since TF TP greater than or equal to 0. നമുക്കറിയാം TP TF greater than or equal to 0. Slack variablesൻ്റെ കണ്ടീഷനാണത്. We put TF equal to 0, TP equal to 0. കാരണം അതിൻ്റെ മിനിമം പോസിബിൾ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ അത് രണ്ടും 0 ആയിക്കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്തായി മാറും? C of x1 0 0, 5 TF ഇവിടെ 0 ആവും, 10 TP അതും 0 ആവും, 2750. അതായത് എന്താ കിട്ടുക? C of x1 0 0 ഈക്വൽ ടു 2750 വരും. ഇതാണ് നമ്മൾ ഒപ്റ്റിമൽ വാല്യൂ. ഒപ്റ്റിമൽ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ മിനിമം കോസ്റ്റ് എന്ന് പറയാം. കോസ്റ്റ് ആണല്ലോ ഈ ഫംഗ്ഷനായിട്ട് എടുത്തത്. മിനിമം കോസ്റ്റ് എന്ന് പറയുന്നത് 2750 സെൻസ് എന്ന് വരും. സെൻസ് ആയിരുന്നു ഇവിടെ യൂണിറ്റ് പറഞ്ഞത്. ഇനി ഒപ്റ്റിമൽ സൊല്യൂഷൻ അറിയണം. സൊല്യൂഷൻ എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് വാല്യൂസ് ഓഫ് x1 x2 x3 ആണ്. അപ്പോൾ അത് എന്താണെന്ന് അറിയണം. അപ്പോൾ വിച്ച് ഈസ് ദ ഒപ്റ്റിമൽ വാല്യൂ ഓഫ് ദ പ്രോബ്ലം. ദ ഒപ്റ്റിമൽ വാല്യൂ ആണെന്ന് പറഞ്ഞു മിനിമം കോസ്റ്റ്. ദാറ്റ് ഈസ് മിനിമം കോസ്റ്റ്. വെൻ ടി എഫ് ഈക്വൽ ടു ടി പി ഈക്വൽ ടു 0 ദെൻ മെയിൻ കൺസ്ട്രെയിൻസ് ബിക്കം. ഇത് എന്തിനാണ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് x1 x2 x3 കണ്ടെത്തണം. അതാണ് ഈ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. വാല്യൂ ആണ് ഒപ്റ്റിമൽ വാല്യൂ. ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x1ൻ്റെ x2ൻ്റെ x3ൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ ആണ്. അത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത്. ടി എഫും ടി പിയും 0 ആകുമ്പോൾ ഈ കൺസ്ട്രെയിൻസിൽ നിന്ന് എന്ത് കിട്ടും? x1 പ്ലസ് 50 ഈക്വൽ ടു x3. രണ്ടാമത്തെ കൺസ്ട്രെയിൻ നോക്കുകയാണെങ്കിൽ -3/2 x1 പ്ലസ് 50 ഈക്വൽ ടു x2. ഇത് രണ്ടും കിട്ടും. പിന്നെ നമുക്കറിയാം x3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അതൊന്നും എന്ത് എഴുതാം? x3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. x1 പ്ലസ് 50 ഈക്വൽ ടു x3 കിട്ടി. സോ x1 പ്ലസ് 50 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -50. -50നേക്കാളും കൂടുതലാണ്. പക്ഷെ നമുക്ക് ഓൾറെഡി അറിയാം x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ പിന്നെ ഇതിന് ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഈ കൺസ്ട്രെയിൻ വെച്ച് നമുക്ക് ഇങ്ങനെ കണ്ടീഷൻ എഴുതി പോരുമ്പോൾ പ്രത്യേകിച്ചൊന്നും കിട്ടില്ല. x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -50 തന്നെയാണ്. അപ്പോൾ ഇതുള്ളതുകൊണ്ട് അതിൻ്റെ പ്രത്യേകിച്ച് അതുകൊണ്ട് യൂസ് ഒന്നുമില്ല. അപ്പോൾ അടുത്ത കൺസ്ട്രെയിൻറ്റിനെ നോക്കുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നു? x1 -3/2 x1 പ്ലസ് 50 ഈക്വൽ ടു x2 എന്നാണ് കിട്ടി. x2 ഗ്രേറ്റർ ദാൻ 0 എന്നറിയാം. സോ -3/2 x1 പ്ലസ് 50 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് എഴുതാം. -3/2 x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -50 എന്ന് എഴുതാം. അപ്പോൾ എന്ത് കിട്ടും? x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100/3. കാരണം -3/2 x1 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു -50. ആ മൈനസ് ഒഴിവാക്കാൻ എന്താണ്? -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇനീക്വാളിറ്റി ചേഞ്ച് ചെയ്യും. 3/2 x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 ആവും. അപ്പോൾ x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100/3 എന്ന് കിട്ടും. അപ്പോൾ അത് x1നുള്ള ഒരു കണ്ടീഷനാണ്. പിന്നെ നമുക്ക് ഓൾറെഡി അറിയാം x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ x1 ഏത് മുതൽ ഏത് വരെ വരും? 0 to 100/3. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100/3. അപ്പോൾ x1ന് ഇൻഫൈനൈറ്റ്ലി മെനി പോസിബിൾ വാല്യൂസ് ഉണ്ട്. 0 മുതൽ 100/3 വരുന്ന 100/3 വരെയുള്ള ഏത് റിയൽ നമ്പറും x1 ആയിട്ട് വരാം. അതായത് കുറേ പോസിബിൾ ഒപ്റ്റിമൽ സൊല്യൂഷൻസ് ഉണ്ടെന്ന് പറയാം. x1 has infinite number of possibilities. That is, there are infinitely many optimal solutions to our problem. Namely, 0 less than or equal to x1 less than or equal to 100/3. x1 എന്നുള്ളത് 0 മുതൽ 100/3 വരെയുള്ള ഏത് നമ്പറും വരാം. അങ്ങനെ x1 കിട്ടിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് x2 x3 കണ്ടെത്താം. നമ്മൾ ആ കൺസ്ട്രെയിൻറ്റ് വെച്ച് എഴുതിയ ഇക്വേഷൻസ് x2 എന്നുള്ളത് -3/2 x1 പ്ലസ് 50 ആണ്. അതുപോലെ x3 എന്നുള്ളത്
x1 + 50 ആണ്. അപ്പോൾ ഓരോ x1 ഇതിനിടയിൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് x2 x3 ഓരോന്നും കിട്ടും. അപ്പോൾ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് കിട്ടും. പിന്നെ TP TF ഓൾറെഡി 0 ആണ്. മിനിമം C പിന്നെ എപ്പോഴും 2750 ആണ്. കാരണം അതിൽ TP TF ഉള്ളത് അത് 0 ആണ്. പിന്നെ ബാക്കി കിടക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 2750 ആണ്. x1 x2 ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും വേരിയേഷൻ വരുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ ഒപ്റ്റിമൽ വാല്യൂ. ഒപ്റ്റിമൽ സൊല്യൂഷൻസ് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഒരു പെർട്ടിക്കുലർ സൊല്യൂഷൻ പറയുകയാണെങ്കിൽ x1 = 0 എന്നുള്ള കേസ് നോക്കുക അല്ലേ. 0 മുതൽ 100/3 വരെ വരാം. x1 = 0 ആണെങ്കിൽ x2 എന്ത് കിട്ടും? -3/2 x1 + 50 ചെയ്ത് കഴിഞ്ഞാൽ 50 ആണ് വരിക. x1 0 ആണല്ലോ. അതുപോലെ x3യും 50 കിട്ടും. TPയും TFും 0 ആവും. മിനിമം C എപ്പോഴും അതുതന്നെ 2750. അപ്പോൾ നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത് എത്ര യൂണിറ്റ്സ് ഓഫ് ഫീഡ് 1 2 3 വേണമെന്നൊക്കെ ആയിരുന്നു ക്വസ്റ്റ്യൻ. ഇവിടെ x1 എന്നുള്ളത് ഇവിടെ നമ്മൾ പെർട്ടിക്കുലറായിട്ട് 0 ചൂസ് ചെയ്തുകൊണ്ട് ഫസ്റ്റ് ഫീഡ് നമ്പർ 1 ഒന്നും വേണ്ടെന്നർത്ഥം. ഫീഡ് 2 എന്നുള്ളത് 50 യൂണിറ്റ്സും വേണം. ഫീഡ് 3 എന്നുള്ളത് 50 യൂണിറ്റ്സും വേണം. We need 50 units of feed 2 and 50 units of feed 3 to produce a minimum cost mixture satisfying the given nutrition requirements of protein and fat. അതായത് പ്രോട്ടീൻ്റെയും ഫാറ്റിൻ്റെയും ഒക്കെ മിനിമം റിക്വയർമെൻറ്റ് നമുക്ക് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അറ്റ്ലീസ്റ്റ് എത്ര വേണം അതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഓരോ ഫീഡും എത്ര പ്രൊഡ്യൂസ് ചെയ്യാമെന്നായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ ഓരോ ഫീഡും ഫസ്റ്റ് ഫീഡ് നമ്പർ 1 ഒന്നും പ്രൊഡ്യൂസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്. ഫീഡ് നമ്പർ 2ഉം 3യും 50 യൂണിറ്റ്സ് വെച്ച് പ്രൊഡ്യൂസ് ചെയ്താൽ നമുക്ക് മിനിമം കോസ്റ്റിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാം. ദിസ് മിനിമം കോസ്റ്റ് ഈസ് 2750 cents. ഒരു ക്വസ്റ്റ്യൻ ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. ബൈ പൈവോട്ട് ട്രാൻസ്ഫോർമേഷൻ സോൾവ് മാക്സിമൈസേഷൻ പ്രോബ്ലം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത മാക്സിമൈസേഷൻ പ്രോബ്ലം അല്ലേ, അതായത് ആ ഇലക്ട്രിക്കൽ ഫേമിൻ്റെ പ്രോബ്ലം, അത് പൈവോട്ട് ട്രാൻസ്ഫോർമേഷൻ വെച്ചൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ചെയ്ത് നോക്കണം കേട്ടോ, നമുക്ക് കാണേണ്ടിയിരുന്നു.